ഇതാണ് ഇസ്രയേലിലെ ഹൈഫ എന്ന് പറയുന്ന അതിമനോഹരമായിരിക്കുന്ന ഒരു സ്ഥലം. ഇതിലൊരു ഫ്ലാറ്റിലാണ് ഞാനും താമസിക്കുന്നത്. ഞങ്ങളുടെ കമ്പനി ഞങ്ങൾക്ക് ഒരു ഫ്ലാറ്റ് തന്നിരിക്കുന്നത്. ഇതിവിടെ ഇന്ന് ലീവാണ്, ശബത്താണ്. പിന്നെ ഇന്നിവിടെ ലീവാണ്. ഇന്നാരും അങ്ങനെ പുറത്തിറങ്ങില്ല. കുറച്ച് പേരിങ്ങനെ പട്ടികളെയൊക്കെ കൊണ്ട് ഇങ്ങനെ പുറത്ത് ഇങ്ങനെ നടക്കാനായിട്ടൊക്കെ ഇങ്ങനെ മെല്ലെ ഇറങ്ങി ഇരിക്കുന്നു. വൈകുന്നേര സമയങ്ങളിൽ ഒത്തിരി ആളുകൾ ഇങ്ങനെ നടക്കാനായിട്ട് വരും. അതിമനോഹരമായിരിക്കുന്ന ഒരു സ്ഥലമാണ്. ആളുകൾക്ക് വന്നിരിക്കാനും അതേപോലെ വർത്തമാനം പറയാനും ചായ കുടിക്കാനും അവർക്ക് അതേപോലെ എന്തെങ്കിലും പിന്നെ കായികമായിട്ട് അവർക്ക് പിന്നെ നടക്കാനും ഓടാനും അതേപോലെ എക്സസൈസ് ചെയ്യാനൊക്കെ ആയിട്ടുള്ള ഒത്തിരി സ്ഥലങ്ങളും ഒത്തിരി കാര്യങ്ങളും ഒക്കെ ഉള്ളൊരു അതിമനോഹരമായിരിക്കുന്ന ഒരു സ്ഥലമാണ് ഹൈഫയിൽ ഉള്ളൊരു ചെറിയൊരു കിയാത്ത് ബിലായി എന്ന് പറയുന്ന ഒരു ചെറിയൊരു സ്ഥലം. ഇതാണ് നമ്മുടെ സിറ്റി. അതുകൊണ്ട് എത്ര മനോഹരമായിട്ടാണ് ബിൽഡിങ് പണിതേക്കണേ. അവിടെ പൂന്തോട്ടം, അവർക്ക് ഇരിക്കാനായിട്ടുള്ളൊരു സ്ഥലം, ചെറിയ ചെറിയ മരങ്ങൾ, തണൽ മരങ്ങൾ. വെയിലൊക്കെ ആകുമ്പോൾ എന്ത് നല്ല ഭംഗിയായിരിക്കും. എത്ര ഐഡിയപരമായിട്ടും എത്ര ഭംഗിയായിട്ടാണ് ഓരോ കാര്യങ്ങൾ ഇവർ ചെയ്തിരിക്കുന്നത്. ഇതൊക്കെയാണ് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യാം. നമ്മുടെ നാട്ടിലും ഇതേപോലെയൊക്കെ ചെയ്യാം. വളരെ നന്നായിട്ടും ഭംഗിയായിട്ടൊക്കെ നല്ല ഡിസൈനിലും ഒക്കെ നല്ല കാര്യങ്ങൾ ആലോചിച്ചും കണ്ടൊക്കെ ചെയ്താൽ നല്ല ഭംഗിയായിട്ട് കാര്യങ്ങൾ ചെയ്യാം. ഓക്കേ. ഇതുണ്ട് ആളുകൾക്ക് ഇരിക്കാൻ വേണ്ടിയിട്ടും ഇതുണ്ട്. വേസ്റ്റൊക്കെ ഇടാൻ വേണ്ടിയിട്ട് ഒരു പാത്രം, വേസ്റ്റൊന്നും ഇതാക്കാതെ വേസ്റ്റൊക്കെ ഇടാൻ വേണ്ടിയിട്ടുള്ളൊരു പാത്രം. മനോഹരമായിരിക്കുന്ന സ്ഥലങ്ങൾ. കുട്ടികളെ കൊണ്ട് വന്നാലും ഈ ഫ്ലാറ്റിലുള്ളവർക്ക് ഇങ്ങനെ കുട്ടികളെ കൊണ്ട് ഇങ്ങോട്ട് വരികയും ചെയ്യാം. ഫ്ലാറ്റുകളിലേക്ക് വന്ന് അവർക്ക് പിന്നെ കുട്ടികളെ കൊണ്ട് എൻജോയ് ചെയ്യുക. ഇതിനൊന്നും ഫീസൊന്നും കൊടുക്കണ്ട. ഇതിനൊക്കെ ഓരോ ഫ്ലാറ്റിനും ഓരോ ഫ്ലാറ്റിൻ്റെ ഏരിയയ്ക്കും അതിൻ്റേതായ രീതിയിൽ കാര്യങ്ങൾ അവർ ചെയ്തിട്ടുണ്ട്, അവരവർക്ക് നന്നായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മുടെ ചില പാർക്കുകളിലൊക്കെ കാണുള്ളൂ. ഇതങ്ങനെയൊന്നുമല്ല. കുറച്ച് ഫ്ലാറ്റുകളുടെ ഇടയിൽ ഇങ്ങനെയുള്ള സാധനങ്ങൾ അവർ ഫിറ്റ് ചെയ്തിരിക്കുകയാണ്.